നാളത്തെ തലമുറയെ ലിറ്റിൽ സിഇഒമാരാക്കാൻ കൈപിടിച്ചുയർത്തുന്ന ദ ഫിനാൻസ് സ്കൂളിൻ്റെ അമരക്കാരനായ എൽദോ ജോർജാണ് ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത്. എൽദോ ജോർജ്, വെൽക്കം ടു മേക്ക് സെൻസ് മീഡിയ. താങ്ക് യു. എൽദോ ജോർജ് എൽദോ, ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ? ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാത്ത രീതിയിലാണ് ഞാൻ എൽദോ എന്നുള്ള പേരിലേക്ക്, അതാണ് എൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ നെയിം. എൻ്റെ പേര് എൽദോ, എൻ്റെ സർനെയിമാണ് ജോർജ്. നമ്മൾ പെരുമ്പാവൂർ കോതമംഗലം ഏരിയയിലൊക്കെ ഉള്ളവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞ ഒരു കല്ലെടുത്ത് മുകളിലിട്ട് എറിഞ്ഞാൽ അത് ചെന്ന് വീഴുന്ന ഒരു എൽദോയുടെ തലയിലായിരിക്കും. സീരിയസ്ലി അതെ, എല്ലാവരുടെ പേരിൻ്റെ കൂടി ഒരു എൽദോ ഉണ്ടാകും. ഒന്നുകിൽ വാലായിരിക്കും, അല്ലെങ്കിൽ മെയിൻ പേരായിരിക്കും അല്ലേ? ഒന്നെങ്കിൽ വാലായിരിക്കും, അല്ലെങ്കിൽ തലയായിരിക്കും. അതാണ് കറക്റ്റ്. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. തീർച്ചയായും. എൽദോയുടെ, അപ്പോൾ എൽദോ എന്ന് തന്നെ വിളിച്ചാൽ മതിയല്ലോ അല്ലേ? അപ്പോൾ എൽദോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടല്ലേ ലൈഫിൽ? ഞാൻ ഒരിക്കലും തന്നെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നില്ല. ഓക്കെ, എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. അപ്പോൾ ഒരുപാട് രാത്രികളിൽ ഇങ്ങനെ സ്വന്തം ഭയത്തോട് പൊരുതിയും പിന്നെ മൗനമായിട്ട് കരഞ്ഞും അങ്ങനെ രാത്രികളിൽ ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന്, അതായത് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാത്ത ഒരിടത്തു നിന്നാണ് ദ ഫിനാൻസ് സ്കൂൾ എന്ന് പറയുന്ന ഒരു എന്താണ് ആരംഭിച്ചത്? ആക്ച്വലി ഫിനാൻസ് സ്കൂൾ ഈസ് എ സ്റ്റാർട്ടപ്പ്. അതിൻ്റെ ഒപ്പം തന്നെ ഫിനാൻസ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ പണം എന്താണെന്നും പണം എങ്ങനെ മാനേജ് ചെയ്യണമെന്നും ഒരു സിലബസിലും പഠിപ്പിക്കണില്ല. അധീന പഠിച്ചിട്ടുണ്ടോ സ്കൂളിൽ എവിടെയെങ്കിലും പണം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന്? കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ടോ? ഇല്ല. ഓക്കെ, ഈ ഒരു പ്രശ്നത്തിന് അഡ്രസ്സ് ചെയ്യാണ് ഞങ്ങളിവിടെ. ചെറിയ പ്രായത്തിൽ തന്നെ പണം എന്താണെന്നും പണം എങ്ങനെ ഉപയോഗിക്കണമെന്നും കുട്ടികളെ പഠിപ്പിക്കുക. ഇത് ആക്ച്വലി ഒരു സ്കില്ലാണ്. ഈ സ്കില്ല് ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ പഠിപ്പിച്ചെടുക്കുകയും അവർക്ക് ഒരു 15 വയസ്സാകുമ്പോഴത്തേക്കും ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളെ പറ്റിക്കുവാണെങ്കിൽ പോലും അത് മനസ്സിലാക്കുവാനുള്ള കോമൺ സെൻസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. അതൊരു ട്രെയിനിങ് പ്രോഗ്രാം ഉള്ളതിനേക്കാളും ഉപരിയായിട്ട് അവർക്ക് ജീവിതത്തിലേക്ക് ഒരു വഴികാട്ടിയാകാൻ പറ്റുക. ഐ എം പ്രിറ്റൻഡിങ് ബി ലൈക്ക് എ പൈനിയർ, ഒരു മാർഗദർശിയാവാനാണ് എനിക്ക് താല്പര്യം. ഞാനൊരു അധ്യാപകനാണ്. ദാറ്റ്സ് മൈ സിമ്പിൾ പ്രൊഫൈൽ. അങ്ങനെയാണെങ്കിൽ ദ ഫിനാൻസ് സ്കൂൾ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാരണമായത് എന്താണ്? ബേസിക്കലി ഞാൻ എഡ്യൂടെക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഞാൻ ബൈജു രവീന്ദ്രൻ്റെ കീഴിൽ ബാംഗ്ലൂരിൽ ബൈജൂസിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ എൻട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എഡ്യൂടെക്കിലാണ് എൻ്റെ എക്സ്പീരിയൻസ് പൂർണ്ണമായിട്ടും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് എന്നെ ഫൈനാൻസ് സ്കൂളിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ 26ാമത്തെ വയസ്സിൽ നേരിട്ട വലിയൊരു ഫൈനാൻഷ്യൽ സ്കാം എന്നല്ല, ഒരു എഡ്യൂക്കേഷണൽ സ്കാം, അതെന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. അതിൻ്റെ ട്രോമയിൽ നിന്ന് മുക്തനാകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഭ്രാന്തനെ പോലെ ഇന്ത്യയിലുടനീളം യാത്ര ചെയ്തു. അപ്പോൾ ഹിമാചൽ പ്രദേശിലെ തോഷ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു ആപ്പിൾ തോട്ടത്തിൻ്റെ താഴെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ റാൻഡംലി ബുക്കുകളൊക്കെ വായിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്തുകൊണ്ട് കുട്ടികളിൽ ഫൈനാൻഷ്യൽ ലിറ്ററസി വർദ്ധിപ്പിക്കുന്നില്ല, എന്തുകൊണ്ട് ഇത്രമാത്രം പ്രസക്തമായിട്ടുള്ള സബ്ജക്റ്റ് എവിടെയും പഠിപ്പിക്കുന്നില്ല, ഈ ഒരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. പിന്നീട് അതിൽ നിന്ന് ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഫ്രം സ്ക്രാച്ച് നമ്മൾ ഈ ഒരു ഐഡിയനെ ഡെവലപ്പ് ചെയ്തെടുത്തു. ഈ ആപ്പിൾ മരത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇതും തമ്മിലൊരു കണക്ഷൻ. അവിടെ ആപ്പിൾ വീണിട്ട് ന്യൂട്ടൻ ഒരു ശാസ്ത്രജ്ഞനായിട്ട് മാറി, ഇവിടെ ആപ്പിൾ വീഴാതെ ഞാനൊരു ഓൺട്രപ്രണർ ആയിട്ട് മാറി. എന്തായാലും നല്ല കണക്ഷനാണ്. പിന്നല്ലേ, ഒരുപാട് കുട്ടികളെ മുന്നോട്ട് നയിക്കുന്ന ഒരാളാണല്ലോ. കൈപിടിച്ചുയർത്തിയാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് വെറുതെ അല്ല. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികളിലേക്ക് അതായത് എൽദോയുടെ മനസ്സിലുള്ള ഈ ഒരു സംഭവം ഉണ്ടാവില്ലേ, അതിപ്പം പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഇത്ര സപ്പോർട്ട് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് തന്നെ മണിയാണല്ലേ. പണം കൊണ്ട് കുട്ടികൾ ചിലപ്പോൾ വഴിതെറ്റി പോകാനുള്ള സാധ്യത പോലും ഉണ്ട്. അതും 4ാം ക്ലാസ് മുതലല്ലേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? 4ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ഇത്രയും ചെറിയ പ്രായത്തിൽ പൈസ കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ വീട്ടിൽ പറയും, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇപ്പോൾ പൈസയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും നീ കൊച്ചാണ്, ഇതുകൊണ്ട് നിനക്ക് സംസാരിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല, നിനക്ക് തീരുമാനം എടുക്കാനോ നിന്നോട് ഇത് ഷെയർ ചെയ്യാനോ ഉള്ള പ്രായം നിനക്കായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങ് മാറ്റി നിർത്തുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതുപോലുള്ള മണി മാനേജ്മെൻറ്റ് പോലുള്ള അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനുള്ള ഒരു സംരംഭമൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് കൂടുതലായിട്ട് പാരൻസിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്? ഞാനിതിൻ്റെ ഒരു തുടക്കം തൊട്ട് തന്നെ പറയാം. ഇനീഷ്യലി ഞാൻ വലിയ ബൈജൂസിലെ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു എന്നുള്ള ധാർഷ്ട്യത്തിൻ്റെ പുറത്താണ് ഞാനൊരു ഓൺട്രപ്രണറായിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. ഞാനൊരു സ്കൂളിൽ ചെന്നു, സാർ
ഞാൻ ഫൈനാൻസ് സ്കൂളിൻ്റെ ഫൗണ്ടറാണ്. ഞങ്ങൾ ആദ്യം തന്നെ ചെറിയ വർക്ക്ഷോപ്പുകൾ എടുത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുട്ടികളിൽ ഫൈനാൻഷ്യൽ ലിറ്ററസി പഠിപ്പിക്കണം, അവരിത് അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. 52 ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ബാക്ക് ടു ബാക്ക് എനിക്ക് റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഓൺട്രപ്രണറായിട്ട് ഒരാൾ തുടക്കത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ 52 സ്ഥലത്തു നിന്ന് അവർക്ക് ഒരു റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഗിവ് അപ്പ് ചെയ്ത് പോവാം. പക്ഷേ മെൻ്റലി ഡൗൺ ആണ്. അതായത് അന്ന് ഞാൻ തന്നെയാണ് ഒരു ഫ്രണ്ട് റണ്ണറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്റ്റാർട്ടപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫീസ് ഉണ്ടായിരുന്നില്ല, വെബ്സൈറ്റ് ഉണ്ടായിരുന്നില്ല, സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല, ക്യാപിറ്റലും ഉണ്ടായിരുന്നില്ല. സ്വന്തം വിൽ പവറും അനുഭവങ്ങളും നമ്മുടെ ബുദ്ധിയും പിന്നെ ഒരു സാംസങ് A23 ഫോണും മാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. കാരണം ഉണ്ടായിരുന്ന പൈസ മൊത്തം സ്റ്റഡി അബ്രോഡുകാർ പറ്റിച്ചുകൊണ്ട് പോയി. ആ സ്കാമിൽ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ക്രാച്ചിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഞാൻ എൻ്റെ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ എടുത്ത് യാത്ര തുടങ്ങി ഓരോ സ്കൂളുകളുമായിട്ട്. കിട്ടാവുന്നിടത്തൊക്കെ ഫോൺ വിളിച്ച് കണക്ട് ചെയ്തു. ആർക്കും ഈ ഒരു ഐഡിയ ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം പേരൻസിനെ ടീച്ചർമാരാണ് കൺവിൻസ് ചെയ്യേണ്ടത്. അവർക്ക് പോലും പറ്റുന്നില്ല. കുട്ടികൾ എന്തിനു പഠിക്കണം, ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ പിള്ളേർ വഴിതെറ്റിപ്പോവും. പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേർ വഴിതെറ്റിപ്പോവും. പക്ഷെ ഞാൻ പൈസ കിട്ടിയോണ്ട് മാത്രം നന്നായ ഒരാളാണ്. ഞാൻ 13ാമത്തെ വയസ്സിൽ കൂലിപ്പണിക്ക് ഇറങ്ങിയ ഒരാളാണ്. പൈസ കൊണ്ട് കിട്ടിയ അനുഭവങ്ങളുമാണ് എന്നെ മുന്നോട്ടേക്ക് നയിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഈ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് വളരെ ബുദ്ധിമുട്ടിയാണ് ഞാനൊരു സ്കൂൾ മാനേജറെ കണക്ട് ചെയ്തത്. ഫാദർ തോമസ് പോൾ റമ്പാച്ചൻ, അദ്ദേഹം കോടനാട് ബസേലിയസ് സ്കൂളിൻ്റെ മാനേജറായിരുന്നു അന്നേരം. അദ്ദേഹമായിട്ട് കണക്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, എൻ്റെ സ്കൂളിലെ പേരൻസിനെ PTA മീറ്റിങ്ങിൽ വന്ന് ഒരു മീറ്റിങ്ങിൽ സംസാരിക്കും, അവർ ഓക്കെ ആണെങ്കിൽ വർക്ക്ഷോപ്പിലേക്ക് നയിക്കാമെന്ന് പറഞ്ഞു. കണക്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ ഈ പേരൻസിനെ കൺവിൻസ് ചെയ്യാന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അത് അവർ ഓക്കെ അല്ലെങ്കിൽ ഇറ്റ്സ് എൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റ് ഓപ്ഷൻ ഈ 52 ഇടത്തുനിന്നുള്ള അവഗണനയല്ല, അവർക്കത് ഐഡിയ മനസ്സിലായില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഐഡിയ മനസ്സിലായില്ല. ഞാൻ ബേസിക്കലി ഒരു ദൈവവിശ്വാസമൊന്നും അല്ല. അപ്പോൾ അവിടെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചില്ലേ? 52 സ്ഥലത്തും കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അധ്യാപകനോ ഒരു സ്കൂൾ മാനേജറോ നമ്മളെ ബാക്കപ്പ് ചെയ്യാൻ വേണം, PTA മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. സ്ട്രാറ്റജിയുടെ ഇഷ്യൂ അല്ല. നമ്മളൊരു സ്കൂൾ മാനേജറെ ചെന്ന് കണ്ടു കഴിയുമ്പോൾ സ്കൂൾ മാനേജർ പറയും, ദേ ഈ ഐഡിയ കൊള്ളാം, ഓക്കെ നിങ്ങൾ PTA ആയിട്ട് സംസാരിക്കൂ, എനിക്കത് വർക്കൗട്ടായി, നിങ്ങൾക്കത് വർക്കൗട്ടായി എന്ന് നോക്കാം. കാരണം ഒരു സ്കൂൾ മാനേജ്മെൻറ്റും ഇങ്ങനെ ഒരു റിസ്ക് എടുക്കില്ല, കാരണം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ തോമസ് പോൾ റമ്പാച്ചൻ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു അക്കാഡമിഷ്യൻ തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞു, ഓക്കെ ഇതൊരു നൈസ് പ്രോഗ്രാമാണ്. അദ്ദേഹം എന്നെ ഒരു മണിക്കൂറോളം ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയതിൽ ഞാൻ ഭയങ്കര ദൈവികതയിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷേ കൈൻഡ് ഓഫ് മാജിക്കൽ റിയലിസം ഉണ്ടായിട്ടുണ്ട് എൻ്റെ സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണറിയൽ ജേണിയിൽ. അതിലേക്ക് നമുക്ക് വരാം. ദൈവവിശ്വാസിയല്ലാത്ത ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട് പല സമയത്ത്. അപ്പോൾ തോമസ് പോൾ റമ്പാച്ചൻ ഇങ്ങനെ PTA മുമ്പിൽ സംസാരിക്കണം എന്ന് പറയുകയും ആ PTA ഞാൻ കൺവിൻസ് ചെയ്തു. PTA മുമ്പിൽ ഏകദേശം 45 മിനിറ്റോളം എന്തുകൊണ്ട് ഫൈനാൻഷ്യൽ ലിറ്ററസി കുട്ടികൾ പഠിക്കണമെന്ന് പറഞ്ഞു. അവർ കൃത്യമായിട്ട് കേൾക്കുകയും ആ സ്കൂളിലെ 300ഓളം കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് വരെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ തരികയും അതൊരു വലിയ സക്സസ്സിലേക്ക് മാറുകയും ചെയ്തു. കുട്ടികളെല്ലാവരും വീട്ടിൽ പോയിട്ട് ആ വീട്ടിലെ ഫൈനാൻസ് ഓഫീസേഴ്സായിട്ട് മാറി, ഒരു അക്കൗണ്ടൻ്റായിട്ട് മാറി. പേരൻസൊക്കെ വീട്ടിൽ വന്നിട്ട് ഇതെന്താ കുട്ടികൾ ഇങ്ങനെ സംസാരിക്കുന്നു, നല്ല തീരുമാനമാണല്ലോ, എൻ്റെ കുട്ടി ഡ്രാഗൺ ഫ്രൂട്ടിന് വേണ്ടിയിട്ട് വീട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ബഹളം വെച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇന്നത് എൻ്റെ മോള് പറയാണ്, മമ്മ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഞാൻ പഠിച്ചു, എൽദോ സാർ അത് പഠിപ്പിച്ചു. ഇപ്പം എനിക്ക് എൻ്റെ നീഡല്ല വാണ്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് മനസ്സിലായി. എനിക്കിനി ഇത് പഴയതുപോലെ വേണ്ട, നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാം. ഈ വാക്കുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നീഡ്, വാണ്ട്, ഇൻവെസ്റ്റ്. ഇതൊന്നും ഒരു 4ലോ 5ലോ പഠിക്കുന്ന കുട്ടി ഉപയോഗിക്കുന്ന വാക്കുകളല്ല. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് എനിക്ക് ഫൈനാൻസിനെ ആ ചെറിയ കുട്ടിയുടെ ജീവിതത്തിലേക്കും ചിന്തയിലേക്കും തീരുമാനങ്ങളിലേക്കും എൻ്റെ അക്കാഡമീഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊരു ഗുഡ് സ്റ്റാർട്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ അടുത്ത ഫേസിൽ ആ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് തന്നെ സെയിൽസ് ട്രെയിനിങ് ആണ് നടത്തിയത്. ഇന്ത്യയിലും നല്ല ലോകത്തിലൊരു കുട്ടികൾക്കും സെയിൽസ് എങ്ങനെ നടത്തണം എന്നുള്ള ട്രെയിനിങ് ഒരു സ്കൂളിൽ നിന്നും തന്നിട്ടില്ല. കാരണം ബീങ് എ ബിസിനസ് മാൻ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ എന്നുള്ളത് എപ്പോഴും സ്കൂളുകളിൽ കുറച്ച് പുറകോട്ടേക്ക് വലിക്കുന്നൊരു കാര്യമാണ്. ഏറ്റവും നന്നായിട്ട് പഠിക്കുക, IAS കാരനാവുക, IPS കാരനാവുക, അതൊക്കെയാണ് എപ്പോഴും പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് സെയിൽസ് സ്കില്ല് കുട്ടികളെ പഠിപ്പിക്കണം, കുട്ടികളെ കൊണ്ട് കച്ചവടം ചെയ്യിപ്പിക്കണം. എങ്ങനെയാണ് ഇത് പഠിപ്പിക്കാൻ പറ്റുക?
ഓക്കെ, ഫൈനാൻസ് സ്കൂൾ അത് ഏറ്റെടുക്കുകയും ഓരോ ക്ലാസ്സിലെ കുട്ടികളിൽ നിന്നും ഒരു 5-4 പേരെ സെലക്ട് ചെയ്തു, റാൻഡംലി സെലക്ട് ചെയ്ത് ഇതിൽ താല്പര്യമുള്ള കുട്ടികൾ. അപ്പോൾ എനിക്ക് കിട്ടിയ കുട്ടികൾ എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം ക്ലാസ്സിലൊന്നും ഇരിക്കണ്ട എന്നുള്ള കുട്ടികളായിരുന്നു. നമ്മുടെ അലക്സാണ്ടറും വിവേകാനന്ദനും ഡാനിയലും ഒക്കെ അവരാണ് എൻ്റെ ശരിക്കും ടീച്ചേഴ്സ്. അപ്പോൾ അവർ വരികയും അവർ 5 സോപ്പ് കൊടുക്കുകയും ആദ്യമൊക്കെ സാർ എനിക്ക് വേണ്ട സാർ, എനിക്ക് വിൽക്കാൻ പറ്റില്ല സാർ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ നീ ധൈര്യമായിട്ടിരിക്കടാ എന്ന് പറഞ്ഞ് തോളത്തൊക്കെ തട്ടി ഞാൻ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുകയാണ്. പിന്നല്ലേ എന്താണ് സെയിൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു സോപ്പാണെങ്കിലും ഒരാളിലേക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെത്തിക്കണം, മാർക്കറ്റിംഗ്, സെയിൽസ്, അയാളുടെ നീഡ് എങ്ങനെ മനസ്സിലാക്കണം, അയാളെ എങ്ങനെ സ്ട്രൈക്ക് ചെയ്യണം, എന്താണ് USP. ഇവരുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഉള്ളവരാണ്. അപ്പോൾ ഇവർ ഇതിൻ്റെയൊക്കെ ബേസിക് അന്തരീക്ഷങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇവർ സോപ്പ് കൊണ്ടുപോവുകയും ആദ്യത്തെ 5 സോപ്പ് വിൽക്കാൻ പറ്റാത്ത ആളെ 30 സോപ്പ് വരെ വിറ്റിട്ടുണ്ട്, ഡാനിയൽ മനു. അപ്പോൾ ഇത്തരത്തിൽ നല്ല മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളായിട്ട് ഇടപഴകി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിച്ചപ്പോഴുള്ള ബുദ്ധിയല്ല ഇവിടുത്തെ പിള്ളേരുടെ അടുത്ത്. ഒരു കുട്ടി എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്നെ ഇപ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. സാർ, നമുക്കിപ്പോൾ ഒരുപാട് ഫൈനാൻഷ്യൽ പ്രഷർ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ രാജ്യമെങ്കിൽ നമുക്ക് നോട്ട് പ്രിൻ്റ് ചെയ്തെടുത്തൂടെ? അപ്പോൾ തന്നെ അടുത്തിരുന്ന് കുട്ടി തട്ടിയിട്ട് പറഞ്ഞു, നീ മിണ്ടായിരിക്കണം, അതിനെ സ്വർണം കൊണ്ടുപോയി കരുതൽ നിക്ഷേപം വെക്കണമെന്ന്. ഓക്കെ, അതൊരു കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. അത് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പേ ഒരു കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. ആ ലെവലിലാണ് കുട്ടികളുടെ ചിന്ത. പലപ്പോഴും നമ്മളുടെ കുട്ടികളെ നമ്മൾ അധ്യാപകരും പേരൻസും വില കുറച്ച് കാണുകയാണ്. അത് കാരണം നമ്മൾ ജീവിച്ച് വളർന്ന സാഹചര്യങ്ങളിൽ നമുക്കുണ്ടായിട്ടുള്ള ഇൻ്റലക്ച്വൽ എബിലിറ്റി അല്ല ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത്. അവർ നമ്മൾ പറയുന്ന വാക്കുകളിൽ നിന്നും പോഡ്കാസ്റ്റുകളിൽ നിന്നും ഇൻ്റർനാഷണൽ ഡിബേറ്റുകളിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. ദേ നീഡ് ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ് അവർക്ക് വേണ്ടത്, അല്ലാതെ ഒരു സ്പൂൺ ഫീഡിങ്ങിൻ്റെ കാര്യമല്ല വരുന്നത്. അത് തന്നെയാണ് ആ ഒരു മെത്തേഡാണ് ഫൈനാൻസ് സ്കൂളിൻ്റെ കരിക്കുലം ഡിസൈനിങ്ങിലും ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ജസ്റ്റ് അവർക്കൊരു സ്കാഫോൾഡിങ് മാത്രമേ ആവശ്യമുള്ളൂ. അവർക്ക് ആവശ്യമുള്ളൂ. അവർക്ക് സ്വയം പഠിക്കാനുള്ള കഴിവുണ്ട്, അന്വേഷിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് തന്നെ ഞങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഒരു കൊല്ലം കൊണ്ട് ഇത്രമാത്രം വലിയ സക്സസ്സിലേക്ക് പോകാൻ പറ്റുക. 5800-ലധികം കുട്ടികളെ ഞങ്ങൾ ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് ആക്കി. ഓൺലൈനിൽ ഞങ്ങൾ ഫ്രം സ്ക്രാച്ച് ₹1 കയ്യിലില്ലാതെ ഒരാൾ ബിസിനസ് തുടങ്ങാൻ പോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭ്രാന്താന്ന് പറയും. ഞാനങ്ങനെ ഒരു ഭ്രാന്തനാണ്. അങ്ങനെ വരുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിപ്പം വാണ്ട് ആൻഡ് നീഡ് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് കുട്ടികളിൽ പെട്ടെന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നമ്മൾ എപ്പോഴും പഠിപ്പിക്കുന്നത് ഒരിക്കലും ഒരു തിയറി അല്ല പഠിപ്പിക്കുന്നത്. അല്ല, ആ ഒറ്റ സെഷൻ കൊണ്ട് കുട്ടികളിൽ ഇത്രയും മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഏത് രീതിയിലുള്ള സ്ട്രാറ്റജി ആയിരിക്കണം എന്ന് അറിയാനൊരു ആഗ്രഹം. ഇറ്റ്സ് നത്തിങ് സ്ട്രാറ്റജി. നമ്മൾ കുട്ടികൾക്ക് ഒരു കാര്യം പഠിപ്പിക്കാൻ ശ്രമിക്കരുത്. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളെല്ലാവരും മനസ്സിലാക്കാൻ പഠിപ്പിച്ചാൽ മതി, എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്താൽ മതി. ഓക്കെ, എന്താണ് നീഡ്സ്? ഒരു മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഇതിനെ നമുക്ക് എങ്ങനെ കുട്ടികളിലേക്ക് കണക്ട് ചെയ്യാം? അപ്പോൾ എന്താണ് വാണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉദാഹരണമാണ്. ഓക്കെ, അതിനിപ്പോൾ ഒരു 5 പഠിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിക്കുക. 5 പഠിക്കുന്ന കുട്ടിയാണ്. അതിനൊക്കെ ഞാനൊരു 500 രൂപ തരുവാണ്. ഓക്കെ, 500 രൂപയ്ക്ക് അതിനെ തൃശ്ശൂർ വരെ പോയിട്ട് വരണം. തൃശ്ശൂർ വരെ പോയിട്ട് വരാനായിട്ട് അതിനിക്ക് 400 രൂപ ചിലവാണ്. എത്ര രൂപ ചിലവാണ്? 400 രൂപ ചിലവാണ്. ഓക്കെ, അപ്പോൾ അതിനൊക്കെയാണെങ്കിൽ വെള്ളത്തിന് ഭയങ്കരമായിട്ട് ദാഹിച്ചു. അപ്പോൾ അതിനാണെങ്കിൽ ഭയങ്കരമായിട്ട് റെഡ് ബുള്ള് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യും? അന്ന് ഞാനൊരു റെഡ് ബുള്ള് കഴിക്കും. കാര്യം എൻ്റെ 100 രൂപ ഉണ്ടല്ലോ, ഞാൻ ഒരു 50 രൂപയുടെ കടം വാങ്ങിച്ചിട്ട് ഞാൻ റെഡ് ബുള്ള് കഴിക്കാം എന്ന് വിചാരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ലോസിലേക്ക് പോയി. എൻ്റെ കയ്യിലുള്ള 100 രൂപയും കൂടെ ചിലവായി പോവാണ്. അത് മണ്ടത്തരല്ലേ അദീന? ആണല്ലോ. അപ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ റെഡ് ബുള്ളിന് പകരമായിട്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? ദാഹം മാറ്റാനായിട്ട് മറ്റേത് പാനീയം യൂസ് ചെയ്യാൻ പറ്റുന്ന ചിന്തിക്കും. അപ്പോൾ നമുക്ക് പറയാം, ആ കുട്ടികൾ തന്നെ എൻ്റെ അടുത്ത് പറയും, എനിക്ക് 20 രൂപയുടെ വെള്ളം മേടിച്ച് കുടിച്ചാൽ മതി. ഓക്കെ, ഇവിടെ റെഡ് ബുൾ എന്നുള്ളത് നമുക്ക് ലക്ഷറിയാണ്, അതായത് നമുക്ക് ദാഹം മാറും. അത്തരത്തിലുള്ളൊരു കാര്യത്തിനെയാണ് നമ്മൾ വാണ്ട് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം, പക്ഷെ അത് കൈൻഡ് ഓഫ് ലക്ഷറിയാണ്. നമ്മളുടെ പോക്കറ്റിൽ എത്ര രൂപയുണ്ട് അതിനെയാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അതിനെ പ്രോപ്പർലി അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കാം എന്ന് കുട്ടികളെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ കയ്യിൽ ഇത്ര രൂപയുണ്ട്, അപ്പോൾ ഞാൻ ഈ വെള്ളത്തിന് ഇത്ര രൂപ ചിലവാക്കണം, അപ്പോൾ അത്ര രൂപ ഇങ്ങനെയാണ്. അവർ തന്നെ മനസ്സിൽ കാൽക്കുലേഷൻ നടത്തുവാണ്. ഇപ്പം ഞാനിപ്പോൾ അദീനയോട് പറഞ്ഞ പോലെയല്ല,
ഞാൻ കൃത്യമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ളൊരു ഗ്യാപ്പ് അവർക്ക് മനസ്സിൽ കാൽക്കുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കും. ആ ഒരു കാൽക്കുലേഷനിലാണ് അവർ ആക്ച്വലി ഈ ഒരു സബ്ജക്റ്റിനെ റിവൈസ് ചെയ്യുന്നത്. ഓക്കെ, ഭക്ഷണം പാർപ്പിടാതല്ല, അപ്പോൾ ഇത് എങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവർ തന്നെ കാൽക്കുലേഷൻ നടത്തുന്നു. അപ്പോൾ ഞാൻ കുട്ടികളെ കാണുന്നത് എൻ്റെ അതേ പ്രായത്തിലുള്ള, എൻ്റെ അതേ മെച്യൂരിറ്റി ഉള്ള ആളുകളായിട്ടാണ്. എനിക്ക് ഫൈനാൻസ് സ്കൂളിൻ്റെ ഒരു സ്കെയിലപ്പിനൊക്കെ പല ബുദ്ധിപരമായിട്ടുള്ള സജഷൻസും നൽകിയിട്ടുള്ളത് 5ലും 6ലും പഠിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ ഒരു അവരെ കൂടി ഉൾക്കൊള്ളിച്ച് നമ്മളിലൊരാളായിട്ടുള്ള പങ്കാളിത്തം കൊടുക്കുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇല്ല സാർ അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അത് അങ്ങനെയാണ്, ഞാനിത് വേണ്ട എന്നുള്ളൊരു സാധനം നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം ഈ നീഡ് ആൻഡ് വാണ്ട് എന്നുള്ളൊരു പർട്ടിക്കുലർ സബ്ജക്റ്റ് മാത്രം പഠിപ്പിച്ചത് കൊണ്ടല്ല, പൈസയുടെ വാല്യൂ എന്താണ്, അതെങ്ങനെയാണ് വീട്ടിൽ വരുന്നത്, എങ്ങനെയാണ് വീട്ടിൽ വരുന്നത്, അത് ബാങ്കിൽ നിന്ന് വരും. ഓക്കെ, അപ്പോൾ ബാങ്കിൽ എവിടെ നിന്നാണ് പൈസ ഇടുന്നത് അതെനിക്കറിയില്ല. ഓക്കെ, അച്ഛനും അമ്മയും രാവിലെ തൊട്ട് വൈകിട്ട് വന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 1000 രൂപയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ആ 1000 രൂപയിൽ ഒരു ഹാഫ് ഡേ വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്ക് 500 റുപ്പീസ് കിട്ടുള്ളൂ. അപ്പോൾ നീ വെറുതെ ഈ ഫോൺ താഴെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 1000 രൂപയുടെ മെയിൻ്റനൻസ് കോസ്റ്റ് വന്നേക്കാം. അതായത് അച്ഛൻ ഒരു ദിവസം എക്സ്ട്രാ വർക്ക് ചെയ്യണം, അപ്പോൾ നിൻ്റെ ഒപ്പം ഇരിക്കാൻ പാടില്ല ആ സമയം. അങ്ങനെ കുട്ടികളെ അവർക്ക് എന്താണ് അവരെ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത്, അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലേക്ക് അവതരിപ്പിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ അദീനെ ഇത് കണക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു 5ലും 6ലും പഠിക്കുന്ന കുട്ടി കണക്ട് ചെയ്യുക. അവന് പ്ലേ സ്റ്റേഷനേക്കാളും അവന് വലിയ വലിയ ഗാഡ്ജറ്റ്സിനേക്കാളും ഒക്കെ ഇഷ്ടം അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ കൂടെ ഇരിക്കാന്നുള്ള പ്രസൻസ് ആണ്. അപ്പോൾ അത് കുട്ടിക്ക് എങ്ങനെയാണ് അതിനെ റിലേറ്റ് ചെയ്യുക, പണമായിട്ട് റിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വിഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. കുട്ടികളെ ജീവിതം പഠിപ്പിക്കുകയാണ് ഞങ്ങളിവിടെ, നോട്ട് ഫൈനാൻസ്. ഞങ്ങൾ കുട്ടികളെ ജീവിതമാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പാരൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടായിരിക്കില്ലേ ഉണ്ടാവുക? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടിട്ടുണ്ടായി. അതിൽ 2 കുട്ടികളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ ആ കുട്ടികളിങ്ങനെ മറുപടി പറയുന്നു. അവരോട് പറയുകയാണ്, നിങ്ങളിങ്ങനെ ഈ ഫിനാൻസ് സ്കൂളിൻ്റെ സ്കോളർഷിപ്പോടുകൂടി നിങ്ങളെ ഞാൻ ഏറ്റെടുക്കുകയാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യനിലൂടെ മാത്രം ഇങ്ങനെ സ്കോളർഷിപ്പ് നൽകി കുട്ടികളെ ഏറ്റെടുക്കും. ആ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾക്ക് കുറച്ചുകൂടെ അഡ്വർടൈസ്മെൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം ഇത് എൻ്റെ കൂടെ തന്നെ ഉള്ള 5ൽ പഠിക്കുന്നത് വിവേകാനന്ദൻ. അവൻ എനിക്ക് പറഞ്ഞു തന്ന സ്ട്രാറ്റജിയാണ്, സാറേ നമുക്ക് ഇങ്ങനെയൊന്നും പോയാൽ പറ്റില്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പബ്ലിക് ഒപ്പീനിയൻ കളക്ട് ചെയ്യാൻ എടുക്കാം. അപ്പോൾ സാർ ഒരു കാര്യം ചെയ്യേ, കുറച്ച് പിള്ളേരുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏതാ വിവേകാനന്ദ നല്ല ചോദ്യങ്ങൾ? അത് നീഡ്സും വാണ്ട്സും പോട്ടെ, പിന്നെ നോട്ടിൻ്റെ കാര്യങ്ങൾ പോട്ടെ, അത് നല്ല ടോപ്പിക്കായിരുന്നു. ഓക്കെ, അപ്പോൾ അവൻ്റെ സജഷനാണ് നോട്ട് കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഞങ്ങളുടെ പല പ്രോഗ്രാംസ് ഉണ്ട്. അതിൻ്റെ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ പ്രോഗ്രാംസിലേക്ക് കുട്ടികൾക്ക് ഞങ്ങളൊരു സൗജന്യമായിട്ട് അത് അവർക്കും ഒരു എംപവറിങ് എന്നുള്ള രീതിയിലേക്ക് കൊടുക്കുന്നു എന്നുള്ളത് മാത്രം. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അഡ്മിഷൻ പ്രോസസ്സുകളുണ്ട്. സെലക്ടഡ് സ്റ്റുഡൻസിനെ മാത്രമാണ് ഫസ്റ്റ് സ്റ്റേജിലേക്ക് ഞങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു സ്കെയിലിങ്ങിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സെലക്ഷനും കാര്യങ്ങളും അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഇതെല്ലാ കുട്ടികൾക്കും ഫൈനാൻഷ്യൽ ലിറ്ററസി ഒരേ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവണമെന്നില്ല. താല്പര്യമുള്ള കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാ കുട്ടികൾക്കും സൗജന്യമായിട്ടൊരു ക്ലാസ്സാണ് കൊടുക്കുന്നത്, ഒരു ഫ്രീ ക്ലാസ്. ആ കുട്ടിക്ക് അത് ഓക്കെ ആണെങ്കിൽ, വർക്കൗട്ട് ആവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം ഈ ഇന്ത്യയിലെ എല്ലാ എഡ്യൂടെക്കുകളും ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും പരാജയപ്പെട്ടിട്ട് പോയിട്ടുള്ള എല്ലാ എഡ്യൂടെക്കുകളുടെയും പതനത്തിൻ്റെ കാരണം എന്ന് പറയുകയാണെങ്കിൽ അവർ ഫോഴ്സ് ചെയ്ത് കുട്ടികളെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അഗ്രസീവ് മാർക്കറ്റിങ്ങുമാണ്. ഇത് രണ്ടും അവർക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ളൊരു രീതിയിലേക്ക് വർക്കൗട്ട് ചെയ്യണം. അതായത് എങ്ങനെയെങ്കിലും കുട്ടികളെ പഠിപ്പിച്ചേ പറ്റൂ. പഠിപ്പിക്കുക എന്നുള്ളതല്ല, ഫീസ് കളക്ട് ചെയ്തേ പറ്റൂ. പക്ഷേ ഞങ്ങൾ ഈ ഒരു മെത്തേഡിനെ ഫോളോ ചെയ്യുന്നില്ല. വി ബിലീവ് ഇൻ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഞങ്ങൾക്ക് ഒരു കുട്ടീനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഉണ്ടാക്കാവുന്ന ട്രാൻസ്ഫോർമേഷനാണ് ആക്ച്വലി ഞങ്ങളുടെ റിസൾട്ട്, അല്ലാതെ പണം നേടുക എന്നുള്ളതല്ല. ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും റിസൾട്ട് വിശ്വസിക്കുക, പണം പിന്നെ വന്നോളും. പണം അത് വരും. ഈ ഫിനാൻസ് സ്കൂൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്? 18 മാസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. 18 മാസമായി. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് തന്നെ നടന്നു പോകുന്നു. തീർച്ചയായിട്ടും. അല്ലേ? ആർ യു ഹാപ്പി നൗ? ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ, ഒരു ഓൺട്രപ്രണർ എപ്പോഴും എല്ലാ ദിവസവും ഏത് മൂഡിലും ഹാപ്പി ആയിട്ടിരുന്നേ പറ്റൂ. കാരണം നമ്മുടെ ഹാപ്പിനെസ് ആണ് നമ്മുടെ ടീമിൻ്റെ ഹാപ്പിനെസ്, അവരുടെ കോൺഫിഡൻസ്. യെസ്, ഐ ആം 100% ഹാപ്പി നൗ. Wow, that's really a great answer.
അതുമാത്രമല്ല ഞാനിപ്പോൾ പറയാൻ കാരണം ഇങ്ങനെ ഈ കുട്ടികളിപ്പോൾ 18 മാസമായി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഏതെങ്കിലും കുട്ടിയുടെയോ അല്ലെങ്കിൽ പാരൻസിൻ്റെയോ ഭാഗത്തുനിന്ന് അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു റിവ്യൂ കേൾക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? എല്ലാ കുട്ടികളുടെ ഭാഗത്തു നിന്നും എനിക്ക് പോസിറ്റീവ് റിവ്യൂ മാത്രമേ അല്ല, കണ്ണ് നനയിച്ചൊരു റിവ്യൂ. കണ്ണ് നനയിച്ച സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ട്. സന്തോഷം കൊണ്ട് ടു ബി പ്രൗഡ് എന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ടുണ്ട്. ഞാനൊരു നല്ല അധ്യാപകനാണെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എനിക്കൊരു സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ അവൻ വലിയ കാര്യമായിട്ട് അക്കാഡമിക്സിലൊന്നും ശ്രദ്ധിക്കുന്ന ഒരാളല്ല. അവന് പഠിക്കാനായിട്ടുള്ള കാര്യത്തിലല്ല അവൻ്റെ ശ്രദ്ധ കൂടുതൽ. അവന് ബാക്കിയത്തെ കുറച്ചുകൂടെ ആർട്ട് ക്രാഫ്റ്റ് അതിലൊക്കെയാണ് ശ്രദ്ധ. ലിറ്ററലി അവൻ പഠിക്കാൻ താല്പര്യമില്ല. എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു, സാറിന് ഇവനെ ഒന്ന് നോക്കി എടുക്കാമോ? അവരൊരു ഹൈ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഒന്ന് നോക്കി എടുക്കാമോ? അവരാണ് ഫോഴ്സ്ഫുള്ളി ഈ പയ്യനെ അക്കാഡമിക്സിലേക്ക് കൊണ്ടുവന്ന് ഫൈനാൻസ് സ്കൂളിലിട്ട് കൊണ്ടുവന്ന്. അപ്പോൾ അവൻ 2 ദിവസം കൊണ്ട് നിർത്തിപ്പോവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഫീസ് അടയ്ക്കൊന്നും വേണ്ട, അവൻ നിർത്തിപ്പോവുകയാണെങ്കിൽ അവന് താല്പര്യമില്ലെങ്കിൽ തുടരുകയും വേണ്ട. അല്ല സാർ, അതൊന്ന് അവൻ എന്തായാലും പഠിപ്പിക്കണം, അവനിത് മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ സെഷൻ കഴിഞ്ഞു, 2ാമത്തെ സെഷൻ കഴിഞ്ഞു, 3ാമത്തെ സെഷൻ കഴിഞ്ഞു. പിന്നെ അവൻ എൻ്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമായി. ഒരു പക്ഷേ അവനൊരു പഠന വൈകല്യം എന്നുള്ള രീതിയിലേക്കൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അത് എൻ്റെ ഉദാഹരണങ്ങൾ കൊണ്ടും ഞാൻ അവനെ ട്രീറ്റ് ചെയ്യുന്ന രീതി കൊണ്ടും ഞാൻ അവനൊരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ തന്നെ എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറണം, എല്ലാ ദിവസവും വരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഇതൊന്നുമല്ല, അവൻ പഠിച്ചു ക്ലാസ്സിൽ താല്പര്യമൊന്നുണ്ടെന്നല്ല. അവൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചു ഒരു ദിവസം കരഞ്ഞു. അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, എത്രമാത്രം പൈസയാണ് ചിലവാക്കിയിട്ടുള്ളത്, ഇപ്പം എനിക്ക് അതിൻ്റെ ഫീലിംഗ് മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം കരഞ്ഞു. ഈ അച്ഛനാണെങ്കിൽ കുറച്ച് സുരേഷ് ഗോപി സ്റ്റൈലുള്ള ആളാണ്, ഭരചന്ദ്രനാണ്. ഇദ്ദേഹം എന്നൊരു രാത്രി 11:30 ആകുമ്പോൾ വിളിക്കുകയാണ്, എൽദോ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവില്ല എന്നൊരു പറയാനായിരിക്കും. എൻ്റെ മകൻ ഇന്ന് എന്നെ കെട്ടിപ്പിടിച്ചു, കരഞ്ഞു, എനിക്ക് ആദ്യമായിട്ടൊരു ഉമ്മ വന്നു എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഭയങ്കര ഇമോഷണൽ. അപ്പം എനിക്കും ഇത് കേട്ടപ്പോൾ കരച്ചില്ല വന്നു, ഞാൻ കരച്ചു. അപ്പോൾ ഇതൊരിക്കലും ഞാനൊരു പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ല. നമുക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രിവൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഭയങ്കര ഫൈനാൻഷ്യലി സ്റ്റേബിളായിട്ട് നിന്നിരുന്ന സമയത്തൊന്നുമല്ല. ഞങ്ങൾ അട്ടർ ഫ്ലോപ്പിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇതുപോലുള്ള പല പേരൻസുമാണ് നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതെ. അതുമാത്രമല്ല, ഇപ്പോൾ എൽദോയുടെ കാര്യം വരുമ്പോൾ ഇപ്പോൾ ഒരുപാട് കുട്ടികളെ ഇങ്ങനെ നല്ല രീതിയിലേക്ക് ആക്കാൻ ശ്രമിക്കുമ്പോഴും ഈ പാരൻസിൻ്റെ സപ്പോർട്ട് ഇങ്ങനെ അവർ പോലും അറിയാതെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴും എൽദോയ്ക്ക് ഇതുപോലുള്ള പാരൻസ് സപ്പോർട്ട് ഉണ്ടായിരുന്നോ? ഞാൻ ഒരു സാധാരണ ഫാമിലിയിൽ നിന്ന് ജനിച്ചു വന്ന ഒരാളാണ്. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പം മരിച്ചുപോയി. എൻ്റെ അപ്പം കുറച്ചുകൂടെ വിഷണറി ആയിട്ടുള്ള ഒരാളായിരുന്നു, നല്ല ബോധവും വിവരമുള്ള ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ എല്ലാ ദിവസവും പത്രം വായിക്കണം, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും കളിക്കാൻ പോകണം. പക്ഷേ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സാമ്പത്തിക ബർഡൻ വന്നു. എൻ്റെ അമ്മയ്ക്ക് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു സിംഗിൾ പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് അമ്മയ്ക്ക് 2 മക്കളെ വളർത്തിയെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഞാനൊരു 100% ഹാപ്പി പേരൻറ്റിങ്ങിലൂടെ വളർന്നു വന്ന ഒരാളൊന്നുമല്ല. എനിക്കും തെറ്റിപ്പോകാനും വഴിതെറ്റിപ്പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 13ാമത്തെ വയസ്സ് തൊട്ട് ജാതിയുടെ മരത്തിൽ കയറിയിട്ട് ജാതിക്ക പറക്കിയെടുക്കാനും അട്ടയും പുഴുവൊക്കെ ഉള്ള ജാതിത്തോട്ടത്തിലൂടെ രാവിലെ നടന്ന് താഴെ വീണ് കിടക്കുന്ന ജാതിക്ക എടുക്കാനുമാണ് ആദ്യത്തെ ജോലിക്ക് പോയത്. അവിടെ നിന്ന് കിട്ടുന്ന പൈസ അതൊക്കെ ഞാൻ ആദ്യം ഫുഡ് കഴിച്ച് തീർക്കുകയാണ് ചെയ്തത്. അതെങ്ങനെ ഉപയോഗിക്കണം, അതെങ്ങനെ കൃത്യമായിട്ട് വിനിയോഗിക്കണം എന്നുള്ള ചിന്ത എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ രൂപയുടെ വില എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ സിഗരറ്റ് വാങ്ങാൻ പോയില്ല, ഞാൻ ഹാൻഡ്സ് വാങ്ങാൻ പോയില്ല, ഞാനത് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അവിടെ ഈ മണി മാനേജ്മെന്റ് ഉള്ളിലുണ്ട്. ബേസിക്കലി ഒരുപക്ഷെ അമ്മ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് ചിന്തിക്കാൻ പറ്റി. പിന്നെ ചെറുപ്പത്തിൽ അറിയാലോ, ഒരു സിംഗിൾ പേരൻറ്റിങ്, ഒരു പുവർ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ള ഫാമിലിക്ക് ബന്ധുക്കളുടെ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് സ്വതന്ത്രനായിട്ട് ചിന്തിക്കാൻ പറ്റും. അതൊക്കെ ആയിരിക്കാം നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് നമ്മളെ സ്ട്രെങ്തൻ ചെയ്യും. തീർച്ചയായിട്ടും എൻ്റെ വേദനകളാണ് എന്നെ ഇവിടെ ഇരുത്തിയിട്ടുള്ളത്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതാണ് കാര്യം. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഇത് സംതിങ് പേഴ്സണൽ എന്ന് പറയാൻ പറ്റില്ല, എന്നെപ്പോലുള്ള ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മണി മാനേജ്മെൻറ്റ് എനിക്കൊട്ടും അറിയാത്തൊരു കാര്യമാണ്. നമുക്കിപ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചിലവ് എന്നുള്ള രീതിയിലാണ്. ഒന്നാമത് കൊച്ചി പോലുള്ള ഇത്രയും എന്താ പറയുക ഹറിബറി ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് നമ്മളിപ്പോൾ ഓരോ ദിവസവും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലവ് വരുന്നത് എങ്ങനെയാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ അതിനുള്ള ടിപ്പ് പറഞ്ഞു തരുമെന്നാണ്. ബേസിക്കലി
ഒരു മിനിമലിസ്റ്റ് ആവുക. മിനിമലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ബൈ പ്രൊഫഷൻ ഒരു ഡബിങ് ആർട്ടിസ്റ്റാണ്, ആങ്കറാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഏത് സ്റ്റുഡിയോയിൽ നിന്ന് എപ്പോഴാണ് കോൾ വരിക എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും കൃത്യനിഷ്ഠ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഓൺ ടൈമിൽ അവിടെ എത്തണം. കാരണം ആ ടൈം കഴിഞ്ഞാൽ അടുത്ത ആർട്ടിസ്റ്റിന് സ്കെഡ്യൂൾ ചെയ്ത് ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇപ്പോൾ നമുക്ക് ബസ് പിടിച്ച് പോകാനുള്ള ഒരു അവസരമൊന്നും ഉണ്ടാവില്ല. കാരണം ബസ് ഏതൊക്കെയോ വഴിയിലൂടെ. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഒരു ഊബറിനെ തന്നെ ആയിരിക്കും വിളിക്കുക അല്ലേ. പിന്നെ കൂടുതലും മെട്രോയിലേക്ക് പോവും, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഊബറിനെ തന്നെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഊബറിനെല്ലാം കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ അത്രയും ഭീകരമാണ്. അപ്പോൾ ഒരു മാസം ഇങ്ങനെ കൂട്ടി ഇണക്കാൻ വേണ്ടി പെടുന്ന ഒരുപാട് ഭയങ്കര, അതിൻ്റെ കൂടെ ഫുഡ് അങ്ങനെയൊക്കെ. അപ്പോൾ വേറൊരു നാട്ടിൽ നിന്ന് ഇങ്ങനെ കൊച്ചി പോലുള്ള ഈ വലിയൊരു പട്ടണത്തിൽ വന്ന് താമസിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതിനെങ്ങനെ മാനേജ് ചെയ്യാം? ഇത് വളരെ പെർപ്ലക്സിങ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ ബാംഗ്ലൂർ പോലുള്ളൊരു നഗരത്തിൽ ഒരു മാസം 15,000 രൂപ ചെലവിൽ വളരെ ലാവിഷായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് അന്നേരം 2 ലക്ഷം രൂപയുടെ അടുത്ത് ശമ്പളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് പറഞ്ഞാൽ ഞാനൊരു ഷെയറിങ് അപ്പാർട്ട്മെൻറ്റിൻ്റെ തറയിലാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് വലിയ രീതിയിൽ അവിടുത്തെ താമസത്തിന് വേണ്ടിയിട്ടുള്ള ചിലവ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് അവിടെ തന്നെ കുക്ക് ചെയ്യേണ്ടിണ്ടായിരുന്നു. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഞാൻ ഭൂരിഭാഗം നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു പരിധി വിട്ട് പിശുക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയും, മൊത്തത്തിൽ തകിടം പറയും. ഞാൻ ഭയങ്കര പിശുക്കനായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയത്. ഈ ഒരു രൂപ പോലും റവന്യൂ ഇല്ലാതെ 282 ദിവസം ഫൈനാൻസ് സ്കൂൾ ഓടിക്കാൻ എനിക്ക് പറ്റിയത് ഞാൻ ഭയങ്കര പിശുക്കനായതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഈ മീറ്റിങ്ങിൽ വരെ വന്നിട്ടുള്ളത് ബൈക്കിലാണ്. ഓക്കെ, അത് പറയാൻ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ എപ്പോഴും എന്തുകൊണ്ടാണ് നമുക്ക് ഈ ചിലവ് കൂടുന്നത് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എല്ലായിടത്തും ഒരു മാറ്റർ ഓഫ് പ്രൈഡ് എന്നുള്ള സംഭവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ വരുമാനം ഉള്ളത് അതിനെപ്പറ്റി ഒരിക്കലും ചിന്തിക്കില്ല. നമുക്ക് എപ്പോഴും വേണ്ടത് നമ്മുടെ ഷോർട്ട് ടൈം ഫൈനാൻസ് ഗോൾസാണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. എനിക്കൊരു ഐഫോൺ വാങ്ങണം, എനിക്കൊരു പ്രീമിയം കാർ വാങ്ങണം. നമ്മുടെ സമൂഹം കെട്ടിപ്പടുത്ത് ഉയർത്തി വെച്ചിരിക്കുന്ന കുറേ ചട്ടക്കൂടുകളുണ്ടല്ലോ. എനിക്ക് 30 വയസ്സിനുള്ളിൽ വീട് വെക്കണം, 26ാമത്തെ വയസ്സിൽ ബൈക്ക് വേണം, 28ാമത്തെ വയസ്സിൽ പ്രീമിയം കാർ വേണം. ഇതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് മാറി നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. എനിക്ക് എൻ്റെ കാര്യങ്ങളെ കൃത്യമായിട്ട് നോക്കണമെന്നുണ്ട് എങ്കിൽ എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ചിന്താഗതിയാണ് ആദ്യം നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇല്ല, ഞാൻ പറഞ്ഞ കാര്യത്തിൻ്റെ ആൻസർ ഇതാവില്ല. അല്ല, ഞാൻ പറഞ്ഞേക്ക്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മളൊരു മെൻ്റലി പ്രിപ്പയർഡ് ചെയ്യണം. ഫൈനാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പേപ്പറിൽ എഴുതി കൂട്ടുന്ന കണക്കുകൾ മാത്രമല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് സൈക്കോളജിക്കൽ. ഞാൻ ആരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളല്ല. ഇപ്പം എനിക്ക് ഊബറിൽ പോകണം, ഓക്കെ, ഊബറിൽ തന്നെ പോകണം. കാരണം എനിക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ലാഭം ചിലപ്പോൾ 5,000 രൂപയുടെ ഒരു വർക്കായിരിക്കും എനിക്ക് ഉണ്ടാകുന്നത്. ഊബറിൽ പോയി കഴിഞ്ഞാൽ 1000 രൂപ ഉണ്ടാവുള്ളൂ. ബസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തിക്ക് തിരക്ക് ഇടി ബഹളമൊക്കെ ഉണ്ടാവും. ടൈം ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ്. നമുക്ക് ഒരിക്കലും ചിലവ് ചുരുക്കുന്നതിലേക്കല്ല ശ്രദ്ധിക്കേണ്ടത്, ചിലവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതിനെയാണ് ഞങ്ങൾ നീഡ്സ് എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് വാണ്ട്സ്, പിന്നെ എല്ലാ മാസത്തേക്കുള്ള പ്രോപ്പർ ബഡ്ജറ്റിംഗ്. എനിക്ക് ഇത്ര രൂപ ചിലവുണ്ട്, ഇത്ര രൂപ വരവുണ്ട്, എനിക്ക് ഇന്ന ചിലവുകളുണ്ട് എന്നുള്ള രീതിയിലേക്ക് കൃത്യമായിട്ട് നമുക്ക് തന്നെ ഒരു അനാലിസിസ് ഉണ്ടായിരിക്കണം. ആ അനാലിസിസ് ഉണ്ട് എങ്കിൽ ഞാൻ ഉറപ്പ് പറയാണ്, ഒരനാവശ്യ ചിലവ് പോലും, ഒരു സിംഗിൾ പെന്നി നിങ്ങൾക്ക് അനാവശ്യമായിട്ട് മുടക്കേണ്ടി വരില്ല. ആ ഒരു സൈക്കോളജിക്കൽ റിവയറിങ് നമ്മൾ തന്നെ നേടിയെടുക്കേണ്ടതാണ്. അത് 1-2 ടിപ്പിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. നിങ്ങൾ ബസ്സിൽ പോകണം, വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകണം, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യണം, അതുപോലെ തന്നെ അൺനെസസറി ആയിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എങ്ങനെ ഇതിലേക്ക് എത്തിച്ചേർക്കാൻ പറ്റും, എങ്ങനെ എനിക്കതിലൊരു തീരുമാനം എടുക്കാൻ പറ്റും, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പം എൻ്റെ പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം അവൈലബിലിറ്റിയാണ് ഏറ്റവും പ്രധാനം. അത് ടൈം മാനേജ്മെൻറ്റ് അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഊബറിനെയൊക്കെ, അല്ലേ, മനസ്സിലായില്ലേ പറഞ്ഞത്? ചെലവ് കുറയ്ക്കാനല്ല നോക്കേണ്ടത്, വരുമാനം കൂട്ടാൻ നോക്കുക. അല്ലേ? ഓക്കെ, അതാണ് ഞാൻ പോംവഴിയായിട്ട് പറയുന്നത്. ഈവൻ ഞാനത് പല രീതിയിൽ പല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോഴും ബുദ്ധിപരമായിട്ട് അതെല്ലാം മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ബൈജൂസിലായിരുന്ന സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാറ് വാങ്ങണ എൽദോസേ, നീ ഇത്ര നല്ല അവൻ
സാമാന്യം ഭേദപ്പെട്ട ജോലി, നല്ല ശമ്പളം, എല്ലാ കാര്യങ്ങളും ഉഷാറായിട്ട് പോകുന്നു. ഇടയ്ക്ക് വർക്ക് ഫ്രം ഹോം, ബാംഗ്ലൂർ. നാട്ടിൽ കാണുമ്പോൾ എല്ലാവർക്കും വാവും, ഇനി നീ ഒരു കാറ് വാങ്ങണം. അതാണല്ലോ ഒരു നാട്ടു നടപ്പ്. അപ്പോൾ കാർ ഏത് വാങ്ങണം? നീ ഒരു കാര്യം ചെയ്യേ, നല്ലൊരു കാറായിക്കോട്ടെ, പുത്തനെടുക്ക്, അല്ലെങ്കിൽ ഒരു പജേറോ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഫോർച്യൂണർ എടുക്കുക. ഓക്കെ, അപ്പോൾ അത്ര എടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല, കാരണം കാർ എടുക്കാനുള്ള പൈസ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഞാനിങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ഞാൻ ഒരു വണ്ടി വാങ്ങിച്ചു. വണ്ടി 4 വീലറാണ് വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ് വാങ്ങിച്ചത്. ഒരു പക്ഷേ അതിനത് കണ്ടിട്ടുണ്ടാവും, ഇന്നും വണ്ടി കണ്ടിട്ടുണ്ടാവും. ഏത് വണ്ടിയാണ് ഞാൻ വാങ്ങിച്ചതെന്ന് ഗസ് ചെയ്യാമോ? 4 വീലറാണ്, നല്ല പവറുള്ള വണ്ടിയാണ്. ഇന്ന് അതിനത് കണ്ടിട്ടുണ്ടാവും. ഇന്ന് ഞാനത് കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. ഒരു ക്ലൂ തരൂ. 4 വീലറാണ്, നല്ല പവർ ഉണ്ട്. 4 വീലറാണ്, നല്ല പവർ ഉണ്ട്. വലിയ ടയറാണ്. വലിയ താറാണോ? JCB ആണ് വാങ്ങിച്ചത്. ദൈവം. ഓക്കെ, ആക്ച്വലി ഞാൻ എന്താണ് JCB വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കണ്ടത്. അപ്പോൾ അയ്യോ, ഞാനതൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായി. ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും വണ്ടിയാണോ. അല്ല, ഓക്കെ, ഞാൻ ഇങ്ങനെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട്. ഇപ്പം എൻ്റെ ഒരു കസിൻ എബ്രോഡിൽ നിന്ന് ജോലി നിർത്തി വന്നു. ഞാനിങ്ങനെ വണ്ടി വാങ്ങണ കാര്യം അറിയാം. അപ്പോൾ പുള്ളി ചുമ്മാ റാൻഡമിൽ എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എത്ര രൂപ വേണം JCB വാങ്ങാൻ? ഓക്കെ, ഒരു 12-13 ലക്ഷം രൂപ ഇനിയും വേണം. ഓക്കെ, നാളെ തന്നെ വണ്ടി മേടിച്ചോ, മാസം അടിച്ച്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. പക്ഷേ അതിൽ ഇനീഷ്യലി അവിടെ ഒരു സ്ട്രഗിളിങ് ഉണ്ടായിരുന്നു. ഓട്ടം പിടിക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം. അപ്പോൾ അങ്ങനെ ഞാൻ JCB എന്നുള്ളൊരു സംഭവത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് എൻ്റെ ബൈജൂസിൽ ജോലി പോയിട്ടും ജോലി നിർത്തേണ്ടി വന്നിട്ടും സർവൈവ് ചെയ്യാൻ പറ്റി. എൻ്റെ ടഫസ്റ്റ് ടൈമിൽ എനിക്ക് JCB ആണ് എന്നെ ഭക്ഷണം തന്നത്. ഞാനിപ്പോൾ ഇവിടുന്ന് സംസാരിക്കുമ്പോഴും JCB ഏതോ സൈറ്റിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സൈഡായിട്ട് അത് നടന്നു പോകുന്നുണ്ട്. മണി വർക്ക് ഫോർ മീ. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. ആ എമൗണ്ട് ഉപയോഗിച്ച് ഞാൻ കാറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ ചെലവ് മാത്രമേ ഉണ്ടാവുമായിരുന്നു. ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് തന്നെ കാറിന്റെ വാല്യൂ കുറയും. പക്ഷെ എനിക്ക് ആ സമയത്ത് അതെൻ്റെ നീഡല്ല. ഇപ്പം എൻ്റെ ഒരു പക്ഷേ നീഡോ വാണ്ടോ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അത് എൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ഞാൻ തീരുമാനം എടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ വരുന്ന ചെറിയ എമൗണ്ടിനെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം നമ്മുടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുമാത്രമല്ല, നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അപ്പം ഞാൻ പറയും, ഒരിക്കലും നിർബന്ധിക്കില്ല എല്ലാ പെൺകുട്ടികളും രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി വെക്കണം, ഭർത്താവിനെ നോക്കണം, കുട്ടികളെ നോക്കണം എന്നൊന്നും ഞാൻ പറയില്ല. വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ഒരു മെയ്ഡിനെ വെക്കുക, നിങ്ങൾ ഇഷ്ടം പോലെ കിടന്നുറങ്ങുക. ഓക്കെ, നമുക്ക് എക്സ്ട്രാ എമൗണ്ട് നമ്മൾ വർക്ക് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ഫൈനാൻസ് ട്രിക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടെ ക്വാളിറ്റി കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, കറക്റ്റാണ്. ദാറ്റ്സ് ദ സിമ്പിൾ തിങ്. ഓക്കെ, ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിനെ പറ്റി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, CJP പാർട്ടിയോട്, പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതൊരു സറ്ററിക്കൽ പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണല്ലോ. അതുകൊണ്ട് പാർട്ടിയെന്ന് ഞാൻ അഭിസംബോധന ചെയ്യുന്നില്ല. അപ്പോൾ അതുമായിട്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് CJPയെ അനുകൂലിക്കുന്നത്? CJP എന്നതുകൊണ്ട് പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഇതൊരു റിയൽ രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ്. നമ്മുടെ നാട്ടിൽ അത്രമാത്രം രാഷ്ട്രീയ വിദ്യാഭ്യാസം മാത്രമേ പലർക്കും ഉള്ളൂ. പക്ഷേ ഇതൊരു മൂവ്മെൻ്റ് ആണ്. ഇതൊരു മൂവ്മെൻ്റ് ആണ്. രാജ്യത്തിൽ എത്രയൊക്കെ പറഞ്ഞാലും പ്രതിപക്ഷം ഒരു കുന്തമുന പോലെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടുത്തെ യൂത്ത് പല പല ആശയങ്ങളിൽ ചിന്നിച്ചെതറി കിടക്കുകയാണ്. അവർ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരണം. ഈ രാജ്യത്ത്, ഇന്ത്യ എന്ന രാജ്യത്ത് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ യുവാക്കളാണ്, യുവജനങ്ങളാണ്. യുവജനങ്ങളെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരാനും രാജ്യത്തെ വിഘടിപ്പിക്കുന്ന, രാജ്യത്തെ പുറകോട്ടേക്ക് വലിക്കുന്ന ശക്തികൾക്കെതിരെ ഒന്നിച്ച് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും CJP എന്നൊരു മൂവ്മെൻറ്റിന് സാധിച്ചു. കാരണം അവർ സോഷ്യൽ മീഡിയയിലൂടെ അത്ര നന്നായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തു. പക്ഷെ ഇതൊരു ഫിസിക്കൽ പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഗ്യാദർ ചെയ്ത് ഒരു മൂവ്മെൻ്റ് ആയിട്ട് മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ സംഘടിപ്പിച്ച മീറ്റിംഗ് തുലോം പരാജയപ്പെട്ടു. ജന്തർ മന്ദിറിൽ ഉണ്ടായിരുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് സക്സസ്. അപ്പോൾ ഇതിനെപ്പോഴും ഞാൻ നോക്കിക്കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു യുവാക്കൾ കൂട്ടം കൂടുന്നു. അപ്പോൾ ഇതിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ നിന്നില്ലാതെ ആളുകൾ വരുവാണ്. ആരും ഇതിനെ ഭയക്കുന്നു. ആരാണ് അതിനെ ഭയക്കുന്നത്?
പക്ഷെ അവലംബിക്കുന്ന നയങ്ങളെല്ലാം ഓക്കെ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, CJP എന്ന് പറഞ്ഞൊരു സറ്റയർ ആണ്, ഇതൊരു ആക്ഷേപഹാസ്യമാണ്. അതെ, മനസ്സിലായില്ലേ? ഒരു ട്രോൾ മൂവ്മെന്റ് ആണ്. ട്രോൾ മൂവ്മെന്റ് ആണ്. ഇവർക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഇന്ത്യയുടെ പരമാധികാരത്തെ പിടിച്ചെടുക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ വിശ്വസിക്കണില്ല. പക്ഷെ ഇവിടെ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റും. ഇവിടുത്തെ യുവാക്കളും ചിന്തിക്കുന്നുണ്ട്, അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, അവരും ഇതെല്ലാം നോക്കി കാണുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു ഭയം ഭരിക്കുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ വിജയം. ഞാൻ അങ്ങനെ മാത്രം വിശ്വസിക്കുന്നുണ്ട്. അല്ലാതെ ഇതിൻ്റെ പുറകിൽ ഇപ്പോൾ നിങ്ങൾ ന്യൂസിൽ കാണുന്നതല്ലാതെ CJPയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും എനിക്ക് ഡൽഹിയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ വഴി ഞാൻ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ 2-3 സുഹൃത്തുക്കൾ അവിടെ CJPയുടെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ വരുന്നവരെല്ലാവരും നേതാക്കളും വരുന്നവരെല്ലാവരും സെൽഫി എടുക്കാനും റീൽ എടുക്കാനും വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ എല്ലാവരും യുവാക്കളൊന്നും അല്ല, കുറച്ച് പ്രായമായിട്ടുള്ളവരും ഉണ്ട്. ഇതിന് ഭയങ്കര ഫണ്ടിങ് ഉണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നവരടുത്ത് പുച്ഛം മാത്രം. ഇതൊരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ശബ്ദമാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതാണല്ലോ നമ്മുടെ സമൂഹത്തിന്. അതേപോലെ ദൈവത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് എൽദോ. അപ്പോൾ കയ്യിൽ ഇങ്ങനെ രുദ്രാക്ഷം കരുതിയതായിട്ട് ഞാൻ കണ്ടു, പല വീഡിയോസിലും കണ്ടു. ഇപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോഴായാലും കയ്യിൽ രുദ്രാക്ഷം ഉണ്ട്. ഈ രുദ്രാക്ഷമായിട്ട് ഇത്രയും ബന്ധപ്പെടാനുള്ള ഒരു കാരണം എന്താ? രുദ്രാക്ഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാശിക്ക് പോയ സമയത്ത് മഹാദേവൻ, ഞാനൊരു കഥയായിട്ട് പറയാം. ഞാനിവിടെ ഫൈനാൻസ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വർക്ക് ഹാർഡ് ലൈക്ക് ഹെൽ പണിയെടുക്കുവാണ്. പണിയെടുത്ത് എനിക്കിത് എന്താണെന്നറിയില്ല. ബാംഗ്ലൂർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സെഷൻ പോകുന്നു, അത് റിജക്ഷൻ കിട്ടുന്നു. ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ തിരിച്ചു വരാൻ വണ്ടിക്കാശ് വരെ ടൈറ്റായ സമയമുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു നേരമാണ് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ബാംഗ്ലൂർ ഇൻവെസ്റ്റ്മെൻറ്റ് സെഷൻ പിടിക്കാൻ പോയതാണ്. അപ്പോൾ ഒരു നേരം കുഷ്കയൊക്കെ കഴിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്ന് തിരിച്ച് ട്രെയിനിൽ ജനറലിൽ കയറി ഇങ്ങനെ വരാൻ നേരത്തെ എനിക്കൊരു കോൾ വരുവാണ്. നീ കുംഭമേളയ്ക്ക് വരണ്ടോന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്ത്, അവനെ ഞാൻ ആകെ 1 മണിക്കൂർ ഒരു ട്രെയിനിൽ വെച്ച് ജനറലിൽ കണ്ടിട്ടുള്ളവനാണ്, ജിഷ്ണു. അപ്പോൾ ജിഷ്ണു എൻ്റെ അടുത്ത് പറയണ കുംഭമേളയ്ക്ക് വരണ്ടോ? ഞാൻ ആലോചിച്ചു, ഇത് എല്ലാം എന്തായാലും കയ്യിൽ നിന്ന് പോയിരിക്കുക, കുംഭമേളയ്ക്ക് പോവാം. ഓക്കെ, നേരെ നാട്ടിൽ ചെല്ലുന്നു, ബാഗ് പാക്ക് ചെയ്യുന്നു, പിറ്റേന്ന് തിരുവനന്തപുരത്തേക്ക് ചെല്ലുന്നു, കുംഭമേളയ്ക്കുള്ള നാഗർകോവിലിൽ നിന്ന് കുംഭമേളയ്ക്കുള്ള ട്രെയിൻ കയറുന്നു എന്നുള്ളതാണ്. ആ സമയത്താണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ നാഗർകോവിലിൽ ചെല്ലുമ്പോഴത്തേക്കും UP-യിലേക്കുള്ള ട്രെയിനൊക്കെ വിട്ടുപോയി. അപ്പോൾ ഇനി എന്ത് ചെയ്യും? വേണമെങ്കിൽ യാത്ര മാറ്റി വയ്ക്കാം. നമുക്ക് മറ്റേ ഈഗോ ഉണ്ടല്ലോ, ഒരു വഴിക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഇനി ചെന്നൈയിൽ ആ ട്രെയിൻ ചെല്ലുമ്പോൾ എത്ര സമയമാവും? ഓക്കെ, ആ സമയത്തിൽ നമുക്ക് ബസ് വെച്ച് ചേസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഞാൻ നാഗർകോവിലിൽ നിന്ന് എടുത്ത ട്രെയിൻ ബസ്സിന് ചെന്ന് ചെന്നൈയിലിട്ട് ചേസ് ചെയ്ത് പിടിച്ചു. എന്നിട്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്തു. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ UP വരെ 2 ദിവസം. അങ്ങനെ UP ചെന്നു, കുംഭമേള കണ്ടു, മഹാസ്നാനം നടത്തി. അപ്പോൾ ആ സ്നാനം നടത്തി തിരിച്ച് ഞാൻ കാശിയിലേക്കാണ് പോയത്. കാശിയിൽ പോയി. അപ്പോൾ ആ സമയത്തൊന്നും ജീവിതത്തിൽ ഇനി എന്ത് എന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല. മണികർണിക കണ്ടില്ലേ? അപ്പോൾ ആ ഒരു പ്രതീക്ഷയൊന്നും ഇല്ല. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു, കൊടും തണുപ്പാണ് കാശിയിലൂടെ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല, ചുമ്മാ നടപ്പാണ്. അപ്പോൾ ഒരു റൂം ഏകദേശമൊക്കെ സെറ്റായി വന്നത് അവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തരില്ല എന്ന് പറഞ്ഞു. കൊടും തണുപ്പത്ത് കാശിയിൽ ഒറ്റപ്പെട്ടു. ഇനി എന്ത് ചെയ്യാം? അപ്പോൾ ഞാനിങ്ങനെ കറങ്ങി നടക്കുമ്പോൾ അവിടെ ഒന്ന് കറുത്ത് പോയിരുന്നിട്ട് ദൂരെ അങ്ങടേക്ക് നടന്നു. അതാണ് മണികർണിക ഘാട്ട്. നല്ല എല്ലു തുളയ്ക്കുന്ന തണുപ്പ്. എനിക്കാണെങ്കിൽ ആകെ ഡിപ്രഷൻ മൂഡുമാണ്. ഇനി എന്താ ജീവിതത്തിൻ്റെ അർത്ഥം എന്താ? കൂട്ടുകാർ കല്യാണം കഴിക്കുന്നു, വീട് വയ്ക്കുന്നു, ജോലിക്ക് പോകുന്നു, വിദേശത്ത് പോകുന്നു, ഇതൊന്നും എന്നെ ഫാസിനേറ്റ് ചെയ്യുന്നുമില്ല. അപ്പോൾ എനിക്കിതിലൊന്നൊരു താല്പര്യമില്ല. ഇനി എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നൊക്കെ ഞാൻ ഈ നടപ്പിൽ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് ഞാൻ പോലും അറിയാതെ ഞാൻ മണികർണിക ഘാട്ടിൻ്റെ അടുത്തെത്തി. അവിടെ ഒരു ചിത ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരിപ്പായി. ആ ചൂടടിച്ച് എത്ര സമയം ഇരുന്നു എന്ന് എനിക്കറിയില്ല, രാത്രി 2-3 മണിക്ക്. അപ്പോൾ അവിടെ ഒരു മണമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ആ കത്തുന്ന മൃതശരീരത്തിനടുത്ത് ഞാനൊരു 3 മണിക്കൂർ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരുന്നു. ആ ചൂടടിച്ചപ്പോൾ, ആ പുകയടിച്ചപ്പോൾ, ആ കാറ്റടിച്ചപ്പോൾ എനിക്കൊരു പക്ഷേ കിട്ടിയത് എൻലൈറ്റ്മെൻ്റ് ആയിരിക്കാം. ഞാൻ ജീവിതത്തിൻ്റെ പല അർത്ഥങ്ങൾ മനസ്സിലാക്കി. പിന്നെ ഞാൻ അവിടെ നിന്ന് എണീറ്റു, തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോഴത്തേക്കും ലൈഫ് മൊത്തം മാറി. അവിടെ വെച്ച് എനിക്ക് ഒരു ഐഡിയ കിട്ടി. അത് ഞാൻ ആ ഒരു ബിസിനസ് ഐഡിയ കൂടിയാണ്, ഞാനത് പറയാം. എങ്ങനെ നമുക്ക് 1 രൂപ പോലും ഇല്ലാതെ ബിസിനസ് നടത്താൻ പറ്റും? ഇതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ലേ? പക്ഷെ എനിക്ക് കാശിയിലുണ്ടായൊരു അനുഭവം എനിക്കത് കൂടുതൽ ശക്തി നൽകി. കാശിയിൽ ഇങ്ങനെ നോക്കി കിടക്കുമ്പോൾ ഒരു രുദ്രാക്ഷത്തിൻ്റെ മാല കിടക്കുവാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ട്
അയച്ചു കൊടുത്തു. എൻ്റെ ഒരു കൂട്ടുകാരൻ അയച്ചു കൊടുത്തു. അവനിങ്ങനെ രുദ്രാക്ഷത്തിൻ്റെ കാര്യമൊക്കെ പറയാറുണ്ട്. അപ്പം പറഞ്ഞു, എടാ എനിക്കൊരു 4 മാല മേടിച്ചിട്ട് വാ, ഓക്കെ പൈസ ഇട്ടേക്കാം. ഞാൻ പറഞ്ഞു, എടാ 1500 രൂപ നീ ഇട്ടേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ഫോട്ടോ എല്ലാം എടുത്ത് വാട്സപ്പിലും ഇൻസ്റ്റയിലും സ്റ്റോറി ആയിട്ട് ഇടാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഫോട്ടോ എടുത്തിട്ട് മാല ഒറിജിനൽ രുദ്രാക്ഷം കാശിനാഥൻ്റെ മണ്ണിൽ നിന്നും ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് പൈസ അടയ്ക്കുക. പട്ടപ്പടപടാന്ന് എൻക്വയറീസ് വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് പൈസ. അങ്ങനെ എനിക്ക് 22 പേര് പൈസ ഇട്ട് തന്നു. 22 പേര് പൈസ ഇട്ട് തന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു ഹോൾസെയിൽ സപ്ലയറെ നടന്ന് കണ്ടുപിടിച്ചു. ഞാൻ 100 മാല വാങ്ങിച്ചു. ഈ 22 പേരിട്ട് തന്ന പൈസയ്ക്ക് ഞാൻ 100 മാല വാങ്ങിച്ചു, ബാഗിലിട്ടു. ഓരോരുത്തരായിട്ട് വീണ്ടും പൈസ ഇട്ടുകൊണ്ടിരുന്നു. ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് തന്നെ ഈ മാല എല്ലാം വിറ്റുപോയി. എനിക്ക് നല്ലൊരു എമൗണ്ട് പ്രോഫിറ്റ് കിട്ടി. ഞാൻ 1 രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടില്ല. 2 ഫോട്ടോ എടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അവരുടെ പൈസ കിട്ടിയതിലാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചത് പോലും. ഇന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു മുക്തി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തുടങ്ങി രുദ്രാക്ഷത്തിൻ്റെ. അത് ഞാൻ പിന്നീട് ഞാൻ പഠിപ്പിച്ച 2 സ്റ്റുഡൻസിന് എന്നെ അത് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഈ മാലയിലൂടെ കിട്ടിയിട്ടുള്ള പൈസയല്ല, ഈ ഒരു ധൈര്യമാണ് നമ്മളെ മുമ്പോട്ടേക്ക് നയിച്ചത്. വഴിത്തിരിവ്. അതായത് പൈസ ഇല്ലെങ്കിലും നമുക്ക് ആശയമുണ്ട് എങ്കിൽ, മാർക്കറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വഴികൾ തെളിഞ്ഞു വരും. അങ്ങനെ 9 വഴി അടഞ്ഞ സമയത്ത് 10ാമതായിട്ട് എനിക്കൊരു വഴി തെളിച്ചു തന്നത് കാശിയാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല, പക്ഷെ എനിക്ക് എവിടെയും ഒരു സ്പിരിച്വൽ കണക്ഷൻസ് പല സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അറിയാതെ പോലും എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഷീൽഡാണ് ഈ രുദ്രാക്ഷത്തിൻ്റെ മാല. ഒരു മതവിശ്വാസി അല്ലാത്ത ഒരാൾ എന്തുകൊണ്ട് രുദ്രാക്ഷം ഇടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിടുമ്പോൾ ഒരു പോസിറ്റിവിറ്റി കിട്ടിയിട്ടുണ്ട്, നല്ല അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ആരുടെയും മുമ്പിൽ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എനിക്കിതിട്ടിട്ട് മെച്ചം തന്നെ വന്നിട്ടുള്ളൂ. ഞാൻ എല്ലാവരുടെ അടുത്തും ഒരു സന്യാസിയാണെന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഒരു സന്യാസിയുടെ ഒരു ആടയാഭരണം പോലെ രുദ്രാക്ഷം എന്നെ അലങ്കരിക്കുന്നു. ഇത് എൻ്റെ ഒരു അയൺ ഡോമാണ്. അപ്പോൾ ഇത് കാശിയിൽ നിന്ന് വാങ്ങിച്ച രുദ്രാക്ഷം അല്ല, എല്ലാം രുദ്രാക്ഷവും കാശിയിൽ നിന്ന് വാങ്ങിച്ചാണ്. അതിനു മുമ്പേ ഞാൻ രുദ്രാക്ഷം ഇത് രക്തചന്ദനത്തിന്റെ ഒരു മാലയാണ്. ഇതെനിക്ക് എൻ്റെ ഒരു സ്റ്റുഡന്റ്, രുദ്രാക്ഷം അല്ല, ഇതെനിക്ക് രക്തചന്ദനത്തിന്റെ മാല എൻ്റെ ഒരു സ്റ്റുഡന്റ് ഗിഫ്റ്റ് തന്നാണ് ബർത്ത്ഡേക്ക്. അപ്പോൾ അവൻ പറഞ്ഞു, സാർ ഇതിട്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ രുദ്രാക്ഷം കയ്യിൽ കൊണ്ട് നടക്കാത്തത്? അല്ല, കൊണ്ടു നടക്കുന്നുണ്ട്, ബാഗിലുണ്ടാവും. അപ്പോൾ ഇത് ഓരോ ദിവസവും ഇതൊക്കെ മാറി ഇടുന്നു. രക്തചന്ദനത്തിനും അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനിതിലൊന്നും വിശ്വസിക്കുന്നൊന്നുമില്ല. പക്ഷേ കുട്ടികൾ ഇതുപോലെ എന്തെങ്കിലും സമ്മാനമൊക്കെ തരുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. അവരുടെയൊക്കെ അച്ഛനും അമ്മയും ഒക്കെ ഗൾഫിൽ നിന്നൊക്കെ പോയിട്ട് വരും, എനിക്ക് മിഠായി കൊണ്ട് തരും. ഞാനൊരു DP മാറ്റിയാൽ തന്നെ പിള്ളേർ പറയും, സാർ ആ DP മാറ്റും, അത് കൊള്ളൂല. അപ്പോൾ അതുപോലെ അടിപൊളി പിള്ളേരല്ലേ. കാരണം അവർ പറയുന്നതിൽ നമ്മൾ കാര്യമായിട്ട് കണക്കാക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ അല്ലേ, അവരുടെ സൂപ്പർ ഹീറോ ആണ് ഞാൻ. അപ്പോൾ അവരെ പരിഗണിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ തന്നെ അവർ ഓക്കെയാണ്. ഇപ്പോൾ അലക്സാണ്ടറിന്റെ അമ്മ പറയണത്, സാർ ഈ 2 പേര് അലക്സാണ്ടറും ആൽബർട്ടും ഇവരെ കൊണ്ടുപോയിട്ട് സാറിൻ്റെ ഒപ്പം നിർത്തി അങ്ങ് വളർത്തിക്കോ. കാരണം എന്നെ അത്രമാത്രം ഇഷ്ടമാണ് പിള്ളേർക്ക്, പേരൻസിനും എന്നെ അത്രമാത്രം ഇഷ്ടമാണ്. എനിക്ക് വേണ്ടി കല്യാണാലോചനകൾ വരെ നടത്തുന്ന പിള്ളേരുണ്ട്. അത് വലിയ കാര്യമല്ലേ. പിന്നെ അടുത്തത്, ഇപ്പോൾ ഉള്ള കുട്ടികൾ, ഇപ്പം നമ്മൾ മണി മാനേജ്മെൻറ്റിനേക്കാളും കുട്ടികളിപ്പോൾ ഭയങ്കരമായിട്ട്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു എൽദോ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് മാറി നിൽക്കുന്നത്, ഇങ്ങനെ ഉയർന്നു വന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെൻ്റൽ സ്ട്രെങ്ത് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതെങ്കിലും പരീക്ഷകളിലെങ്ങാനും പരാജയം അനുഭവപ്പെടേണ്ടി വന്ന, അതുമല്ലെങ്കിൽ ഈ പ്രണയ നൈരാശ്യങ്ങളൊക്കെ അവരെ സൂയിസൈഡ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും അവസാനത്തെ ഒരു ഇതെന്ന് പറയുന്നത്. സൂയിസൈഡ് ചെയ്യുക, അവിടെ തീർന്നല്ലോ, പിന്നെ ഒന്നും ചിന്തിക്കണ്ടല്ലോ. അപ്പോൾ ഈ മെൻ്റലി സ്ട്രെങ്തൺ അല്ലാത്ത അവർക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കാനായിട്ട്?